ഹായ് ഗായ്സ്, പിടിച്ചു കെട്ടിയ പോലെ മുടി കൊഴിച്ചിൽ നിർത്തി മുടി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഷാമ്പൂവിൻ്റെ റെമഡിയാണ് ഇന്ന് നമ്മൾ നോക്കി കാണാൻ പോകുന്നത്. അപ്പോൾ ഷാമ്പൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ ആദ്യം ഓടി വരുന്ന കാര്യമാണ് സോപ്പ് നെട്ടും നമ്മുടെ ചെമ്പരത്തി താളിയും. ഇതൊക്കെയാണ് നമ്മൾ ഹെർബൽ ഷാമ്പൂ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഷാമ്പൂ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പിക്ചർ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിക്കുള്ള ഒരു ഷാമ്പൂ മേക്കിംഗ് വീഡിയോ ആണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്കിത് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് കോൺഫ്ലോർ ആണ്, ചോളമാവാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ചോളമാവ് ഇല്ല, ഈ ഒരു കോൺഫ്ലോർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൂവപ്പൊടി എടുക്കാം, ആരോ റൂട്ടിൻ്റെ പൗഡർ ഇല്ലേ അതെടുക്കാം കേട്ടോ. മാക്സിമം നിങ്ങൾ കോൺഫ്ലോർ തന്നെ എടുക്കാനായിട്ട് നോക്കുക, കാരണം ഞാൻ അത് ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ആ ഒരു കോൺഫ്ലോർ എടുക്കുക. ഇനി ഒരു പക്ഷേ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആരോ റൂട്ടിൻ്റെ പൗഡറിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പൗഡർ ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മുടിക്കനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. മാക്സിമം ഈ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂണ് നമ്മളൊരു കോൺഫ്ലോറിന് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ബൗളിനകത്തേക്ക്. പിന്നീട് നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി നമ്മൾ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മുടി ഇങ്ങനെ സിൽക്കി ആയിട്ട് നല്ല പട്ട് പോലെയൊന്നും കിടക്കത്തില്ല. നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്ന എന്തിനാണ് നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ടും നല്ല ഷൈനിങ്ങോട് കൂടി കിടക്കാൻ വേണ്ടിയിട്ടില്ലേ. അപ്പോൾ നമുക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നോർമൽ വാട്ടർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കൂട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ തേയിലപ്പൊടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അറിയാലോ തേയിലപ്പൊടി എത്രമാത്രം മുടിക്ക് നല്ലതാണ് എന്നുള്ളത് ഞാൻ പല വീഡിയോനകത്തും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് നിൽക്കാൻ വേണ്ടിയിട്ടും മുടി നല്ല പട്ടുപോലെ ഇങ്ങനെ ഷൈനിങ് ആയിട്ട് കിടക്കാനൊക്കെ വേണ്ടിയിട്ടും ഈ ഒരു തേയില വെള്ളം നമുക്ക് നല്ലതാണ് നമ്മുടെ മുടിക്ക്. അപ്പോൾ ഞാൻ ആ ഒരു വെള്ളമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഈ ഒരു തേയിലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിപ്പോൾ ഏത് തേയിലപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല, ചായപ്പൊടിയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾ ഏറ്റവും നല്ലൊരു ബ്രാൻഡ് നോക്കി മേടിച്ച് ഉപയോഗിക്കാനായിട്ട് നോക്കുക. കാരണം നമ്മുടെ മുടിയിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നതുകൊണ്ട് നല്ലൊരു ബ്രാൻഡ് നോക്കി മേടിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളത്തിന് 1 ടേബിൾ സ്പൂൺ ഈ ഒരു തേയിലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊണ്ടുവരാം. തിളപ്പിച്ച് നമ്മളൊരു 1/2 കപ്പാക്കിയിട്ട് വറ്റിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ. നമ്മൾ 1 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിനങ്ങ് പാതിയായിട്ട് അങ്ങ് വറ്റിച്ചെടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ചൂടോടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കോൺ സ്റ്റാർച്ച് നമുക്കൊരു തിക്കായിട്ടുള്ള പേസ്റ്റായിട്ട്, അതായത് ഒരു ജെൽ കൺസിസ്റ്റൻസിയിലേക്ക് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ രീതിക്ക് നിങ്ങൾ ആരും തന്നെ ചൂടോടെ ഒഴിക്കരുത്. നല്ല രീതിക്ക് തണുത്തതിന് ശേഷം വേണം ഈ ഒരു കട്ടൻ ചായ ഇതിനകത്തേക്ക് അങ്ങ് മിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിത് ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ഇത് മിക്സ് ആക്കാനായിട്ട്. ഒത്തിരി നമുക്ക് കട്ടിയിൽ അങ്ങ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ കോൺഫ്ലോർ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, അതൊന്നും മിക്സ് ആവത്തില്ല. അഥവാ ഇനി മിക്സ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കതൊരു തിക്കായിട്ട് നമ്മുടെ മുടിയിലേക്ക് നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരിക. നല്ല രീതിയിൽ മിക്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് റോസ്മേരിയുടെ എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 4-5 തുള്ളി മാത്രം മതിയാകും. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ സ്കാൽപ്പിന് നല്ലതായതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് അഡീഷണൽ ആയിട്ട് ചേർത്തു മാത്രം. അപ്പോൾ നല്ല രീതിക്ക് മിക്സ് ആക്കുക. ഗൈസ്, ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഷാമ്പൂ നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് മുടിയിലൊന്ന് വെള്ളം നനച്ച് കൊടുക്കുക. എന്നതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഇത്തിരി വാട്ടർ ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അതിൻ്റെ പേരിൽ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മളൊരു ഷാമ്പു ഉപയോഗിച്ചിട്ട് എങ്ങനെയാണോ മസാജ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കുന്നത്, അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഈ ഒരു കൂട്ട് മസാജ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 3 മിനിറ്റ്, കഷ്ടിച്ചൊരു 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നിന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് കാകിയതിന് ശേഷം നമുക്കിതങ്ങ് വെള്ളം ഉപയോഗിച്ച് അങ്ങ് കഴുകിക്കളയാം കേട്ടോ. കഴുകുന്ന സമയത്ത് വേറെ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് അങ്ങ് കഴുകിച്ച് വരാം. കഴുകി നല്ല രീതിക്ക് മുടി ഉണങ്ങിയതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സ്കാൽപ്പാണെങ്കിലും മുടി ആണെങ്കിലും നല്ല രീതിക്ക് ക്ലെൻസ് ആയിട്ടുണ്ടാകും. അതുപോലെ തന്നെ മുടി നമുക്ക് അന്നേ ദിവസം നല്ല സിൽക്കി പട്ട് പോലെയൊന്നും കിടക്കത്തില്ല. പിറ്റേന്നായിരിക്കും നമ്മുടെ മുടി, അതായത് നമ്മൾ ഇന്നിപ്പോൾ ഇത് ഉപയോഗിച്ച് കുളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസമായിരിക്കും നമുക്ക് ആ മുടിയുടെ ആ ഒരു സിൽക്കിനെസ് നമുക്ക് ഫീൽ ആവുന്നത് കേട്ടോ. നല്ല രീതിക്ക് നല്ല ഷൈനിങ് ആയിട്ട് കിടക്കും. അത് മാത്രമല്ല നമ്മുടെ സ്കാൽപ്പും ഹെയറൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇരട്ടിയായിട്ട് നമ്മുടെ മുടി തോന്നിപ്പിക്കട്ടെ. നല്ല ഇരട്ടിയായിട്ട് നമ്മുടെ ഉള്ള മുടിനേക്കാളും നല്ല ഇരട്ടിയായിട്ടുള്ള ഫീൽ ആയിരിക്കും നമുക്ക് മുടിയിൽ കിട്ടുക. ഓക്കെ ഗൈസ്, അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കൂട്ട് നമ്മൾ അപ്പോൾ വേണ്ടപ്പോൾ മാത്രം ഉപയോഗിക്കുക. ആഴ്ചയിൽ 2 തവണ, ഏറിപ്പോയൊരു 3 തവണ മാത്രം ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അനുഭവം ഇവിടെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.